വള്ളം കളിയുടെ ആവേശത്തെ മംഗലം കളിയിലും ഒപ്പിയെടുത്ത് ആലപ്പുഴ നൂറുനാട്ടെ വിദ്യാർത്ഥികൾ. ഗോത്രകലയുടെ ഭാവങ്ങളെ പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഇവരുടെ അവതരണം കാഴ്ചക്കാരുടെ മനം കവരുകയാണ്. കായലോളങ്ങളുടെ താളം പോലെ ശാന്തമായി ഒഴുകുകയാണ് ഇവരുടെ തുടികൊട്ടിപ്പാട്ട്. വഞ്ചിപ്പാട്ടിന്റെ താളവുമായി ആലപ്പുഴയിൽ നിന്നെത്തിയ കലാകാരന്മാരും കലാകാരികളുമാണ് എൻ്റെ ചുറ്റുമുള്ളത്. ഇവരോട് തന്നെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ്? എന്താണ് പേര്? ഈ കലോത്സവത്തിൽ ആദ്യമായിട്ടാണോ വരുന്നത്? എന്ത് തോന്നുന്നു ഈ കലോത്സവത്തിന് വന്ന് ഇത്തരത്തിലൊരു വേദിയിൽ നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? നല്ല അനുഭവം. മടുത്തോ? പേരെന്താണ്? മിത്ര, ഗൗരിനന്ദ, ശ്രേയ, നിമിഷ, ആരതി, രതീഷ്. എത്ര ദിവസം എടുത്തിട്ടാണ് നിങ്ങൾ ഈ ഇതൊക്കെ പഠിച്ചതൊക്കെ? എത്ര ദിവസം എടുത്തിട്ടാണ് നിങ്ങൾ പഠിച്ചത്? 3-4 മാസം. 3-4 മാസത്തെ അധ്വാനമാണ് ഈ കുട്ടികളുടേത്. എന്തായാലും സന്തോഷമുണ്ടോ? ഉണ്ട്. എന്താണ് പറയാനുള്ളത്? അങ്ങനെ ചോദിച്ചാൽ നല്ല സന്തോഷമുണ്ട്. ഇതുവരെ കിട്ടുപോലും പ്രതീക്ഷിച്ചില്ല. ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നത്. അതിയായ സന്തോഷത്തിലാണ് ഇവരുടെ കൂടുതൽ 2 കുട്ടിക്കുരുകൾ. നിങ്ങൾ ഇവിടുന്ന് വരുന്നത്? ഞങ്ങൾ നൂറിനാട്. നൂറിനാട് എന്താ പ്രത്യേകത? ഈ മംഗലം കളി അല്ലാതെ വേറെന്തേലും പൊടി നമ്പർ ഈ കുട്ടിക്കുരുന്നിന്റെ കയ്യിലുണ്ടോ? കളരിയിൽ കളരിയുടെ അഭ്യാസങ്ങളൊക്കെ ഇവിടെ നിങ്ങള്. അപ്പൊ ഇവരുടെ കുറച്ച് കൂടുതൽ വിശേഷങ്ങൾ കൂടി അറിയാം. എന്തായാലും കളരി നമുക്ക് കുട്ടി മോള് നമുക്ക് എന്താണെന്ന് കാണിച്ചു തരും. വേഗം കാണിക്കോ കേട്ടോ. അടിപൊളിയാണ്. ഒരാളൊക്കെ വന്നിട്ടുണ്ടല്ലോ അടിച്ച് നിലംപരിശാക്കും അല്ലേ? ഒരാൾ വന്നു കഴിഞ്ഞാൽ കളരി ഫാമിലിയാണ്. അപ്പം കുടുംബം സമേതം ഉണ്ടല്ലേ? അതെ, കളരി ട്രെയിനേഴ്സ് ആണ്. അതെ. അപ്പം ഇവിടെ ഞാൻ കളരി ട്രെയിനറുമാണ്. എന്റെ മോള് സംസ്ഥാന തലത്തിൽ മത്സരിച്ചിരുന്നല്ലേ? പ്രാർത്ഥന മോളാണ്. കളരി മത്സരമൊക്കെ എങ്ങനെയുണ്ട്? നല്ലതായിരുന്നു. എല്ലാരും നല്ല രീതിയിൽ ചെയ്തു. കളരിയും ഇതും ഈ ഏത്തപ്പഴവും പഴംപൊരിയും പോലെ ഉണ്ടല്ലോ, അതെന്താ ഈ 2 കോമ്പിനേഷൻ എങ്ങനെ ഒത്തുപോകുന്നു? എനിക്ക് എല്ലാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഞാൻ ചേരുന്ന എല്ലാത്തിലും. എന്തായാലും ഈ നൂറനാട്ടെ കുട്ടികൾ അതിഗംഭീരമായിട്ടാണ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. എല്ലാവിധ ആശംസകളും ഇവർക്ക് നേരുകയാണ്.